നമസ്കാരം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ, ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ വിഭാഗീയത പറയുമ്പോൾ അത് ഏറ്റവും കൊടികുത്തി നിന്നിരുന്ന ജില്ലകളിൽ ഒന്നായിട്ടാണ് ആലപ്പുഴ വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, VS പിണറായി കാലം തൊട്ട് തന്നെ ആലപ്പുഴയിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കഴിഞ്ഞ കുറേ കാലം എടുത്താലും ആലപ്പുഴയിൽ CPM-ന്റെ സ്ഥിതി അത്ര ഇതല്ല. രാമഗിരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പഞ്ചായത്ത് ഭരണം പോലും പാർട്ടിക്ക് 28 വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായിട്ട് 28 വർഷം ഭരണത്തിലിരുന്ന പാർട്ടിയാണ് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ ആ ജില്ലയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. CPM-ന് ഉള്ളിലെ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്ന രണ്ട് വാർത്തകളാണ് ഇന്ന് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്ന്, പ്രമുഖനായിട്ടൊരു നേതാവ് പാർട്ടി വിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം CPM-നെ സംബന്ധിച്ച് അവരുടെ ആശയപരമായിട്ട് ഏറ്റവും അധികം ഏറ്റുമുട്ടുന്ന, ഒരു തരത്തിലും ഐഡിയോളജിക്കലി യോജിക്കാൻ പറ്റാത്തൊരു പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്, BJP-യിലേക്കാണ്. അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം ഇനിയിപ്പോൾ ഏത് തരത്തിൽ ന്യായീകരിച്ചാലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറ്റൊന്നെന്ന് പറയുന്നത്, സമുന്നതനായ നേതാവ്, സംസ്ഥാനത്തെ മുൻ മന്ത്രിയും സംസ്ഥാന സമിതി അംഗവും ഒക്കെയായിരുന്ന G. സുധാകരൻ എന്ന് പറയുന്ന ബഹുമാനായ നേതാവിനെ അവിടുത്തെ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത് നടക്കുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതെ അപമാനിച്ച ഒരു വാർത്തയാണ്. അതിന് ജില്ലാ സെക്രട്ടറി R. നാസർ അല്പം മുമ്പ് ചില വിശദീകരണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പരിഹാസ്യമാണ്. സ്വയം പാർട്ടി നേതാക്കളുടെ ഒക്കെ അടുത്തിടയിലുള്ള ഒരു രീതി അതാണല്ലോ, ഒരു അബദ്ധം ചെയ്യുക, അതിനെ വിശദീകരിച്ച് സ്വയം പരിഹാസ്യരായിട്ട് സമൂഹത്തിന് മുന്നിൽ മാറുക എന്നതാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ക്ഷണിക്കാതിരുന്നതാണെന്നൊക്കെയുള്ള വാർത്തയാണ് പറയുന്നത്, വിശദീകരണം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വെറുമൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പോൾ സത്യമാണ്, അദ്ദേഹത്തെ കഴിഞ്ഞ സമ്മേളന കാലത്താണ് സംസ്ഥാന സമിതിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്, പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ താൻ പിന്മാറാമെന്ന് പറയുന്നത് കത്ത് കൊടുത്ത് അദ്ദേഹം പിന്മാറുകയാണ്, ഒഴിവാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ. എങ്കിൽ പോലും അതുപോലെ മുതിർന്ന ഒരു നേതാവിനെ ഈ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്നും പൊതുസമ്മേളന വേദിയിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുക, അതിന് ഇത്തരത്തിലൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിശദീകരണം കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക, അപ്പം പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി കൂടുതൽ അപഹാസ്യരായി മാറുകയല്ലേ ഇത്തരം നടപടികളിലൂടെ? ഇപ്പം നമ്മൾ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഈ സ്റ്റേറ്റിലാകമാനം എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ CPM-ൽ വലിയ പ്രതിഷേധവും വലിയ രീതിയിലെ വിഭാഗീയതയും കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ ആലപ്പുഴയിൽ നടക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത്, VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കരുത്തനും ഏറ്റവും ജനകീയനുമായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് G. സുധാകരൻ മാത്രമായിരുന്നു. G. സുധാകരൻ പിന്നീട് നമുക്കറിയാം VS പക്ഷത്തു നിന്ന് മാറുകയും ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന പിണറായി പക്ഷത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. G. സുധാകരൻ അപ്പോഴും അതിശക്തനായിരുന്നു. അവിടെ G. സുധാകരൻ പറഞ്ഞതേ നടക്കുമായിരുന്നുള്ളൂ. G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് എന്നുള്ളതാണ്. സത്യം മാത്രം പറയുക. ഒരിക്കൽ പോലും അഴിമതിയൊന്നും അദ്ദേഹത്തെ 2 തവണ മന്ത്രിയായ ആളാണ്, 4 തവണ MLA ആളാണ്, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, പലതരത്തിലുള്ള സ്ഥാനങ്ങൾ വഹിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരിക്കൽ പോലും ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ തരത്തിലും കഴിവുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന സമയത്ത് അറിയാം. അതിനുശേഷം അദ്ദേഹം പിന്നീട് സഹകരണ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കൃത്യമായി നിലക്ക് നിർത്താനൊക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരു മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. എന്താണ് G. സുധാകരനെ ഈ പാർട്ടി ഭയക്കുന്നുകൊണ്ടാണല്ലോ വിളിക്കാത്തത്. സത്യം അവിടെയും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള ഭയം കാരണമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വിളിക്കാത്തത് നമ്മൾ കാണേണ്ടത്. ഇപ്പം ഈ ഒരു പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ G. സുധാകരനെ അവിടെ ഒരു സംഘം പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒരു സംഘം, ഗൂഢസംഘം, അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചാണ് ഈ ചില ഹോട്ടലുകളിൽ ഒത്തുചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഉയർന്ന ആരോപണം. അവിടെയുള്ള ചില നേതാക്കന്മാർ ആരോപിക്കുന്നത് G. സുധാകരന് സീറ്റ് കൊടുക്കാതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്രയേറെ വഷളാക്കിയതെന്നുള്ളതാണ്. അവിടെ H. നാസർ നമുക്കറിയാം, സലാം ആണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്, സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ആരോപണം. പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയിലെ CPM-ന്റെ മറ്റു ചില സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് പാർട്ടിയുടെ കമ്മിറ്റി. പാർട്ടി അങ്ങനെയാണ്, ഒരാളെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ, അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്താനൊക്കെ തീരുമാനിച്ചാൽ അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായതുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഒരു 2 അംഗ സമിതിയോ 3 അംഗ സമിതിയൊക്കെ നിയോഗിക്കും. തവണ 3 അംഗ സമിതിയായിരുന്നു നിയോഗിച്ചിരുന്നത്. ഈ 3 അംഗ സമിതി അവിടെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇദ്ദേഹം അവിടെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി, CPM-ന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റാണെന്നും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല മിക്കവാറും
മിക്കവാറും എല്ലാ പിന്നെ പൊതുയോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും അവിടെ നടത്തിയിട്ടില്ല എന്നും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പാർട്ടിയുടെ ഉള്ളിൽ തന്നെ, പാർട്ടി അകത്ത് തന്നെയുള്ള ചില നേതാക്കന്മാർ നേരത്തെ തന്നെ നടത്തിയ ചില ഗൂഢാലോചനയുടെ പരമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ വന്നതെന്നാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ചില ശക്തികളുണ്ട് അവിടെ, അറിയാം, ചില ശക്തികളുണ്ട് അവിടെ. അവർക്കൊക്കെ എതിരെയുള്ള ചില ആരോപണങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു ജി സുധാകരൻ്റെത്. അത് സംസ്ഥാന സർക്കാരിനെതിരെയും അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് PR വർക്കല്ല പൊതുമരാമത്ത് വകുപ്പെന്നും ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്താൻ വേണ്ടി മന്ത്രി തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് യഥാർത്ഥത്തിൽ ജി സുധാകരനോട് താല്പര്യമില്ലാതെ വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഈ വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കരിമണൽ കർത്തയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉയർന്നിരുന്ന പല ആരോപണങ്ങളിലും, അതായത് കരിവന്നൂർ കേസ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ഈ പാർട്ടി സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് നേരത്തെ സമുന്നതനായ നേതാവായി വളരും എന്ന് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാ ആളുകളും, കേരള ജനത മൊത്തത്തിൽ കണ്ടിരുന്ന ആഞ്ചലോസിന്, TJ ആഞ്ചലോസിന് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക്, അതായത് VS അച്യുതാനന്ദൻ അടക്കമുള്ള ചില നേതാക്കന്മാർക്ക് വ്യക്തിപരമായി ഉണ്ടായ വിദ്വേഷം കാരണം അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ചില കാരണങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്നു. അത് ജി സുധാകരനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് TJ ആഞ്ചലോസിനെ പുറത്താക്കിയെന്നും അദ്ദേഹം അല്ലെങ്കിൽ വലിയ സമുന്നത നേതാവായി ഈ പാർട്ടിയിൽ ഉണ്ടാവേണ്ടതാണെന്നും അതുകൊണ്ട് അദ്ദേഹം പിന്നീട് CPIയിൽ ചേരുകയും ഇപ്പോൾ അദ്ദേഹം CPIയുടെ സമുന്നത നേതാവായെന്നും CPIക്ക് നല്ലൊരു ജില്ലാ സെക്രട്ടറിയെ കിട്ടി അതുകൊണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ജി സുധാകരനെതിരെയുള്ള ഒരു കുറ്റാരോപണം. അത് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ പല ആലോചനകളും ഗൂഢാലോചനകളും ഒക്കെ നടന്ന സ്ഥലമാണ്. ഈ പലരെയും പുറത്താക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നതാണ്. നമുക്കറിയാം, സാക്ഷാൽ VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റ ചരിത്രമുണ്ട്. മാരാരിക്കുളത്ത് തോൽക്കുക എന്ന് പറയുന്നത് ഈ പാർട്ടി സ്റ്റേറ്റിൽ ആകമാനം തോൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ ഈ എതിരാളിയായിരുന്ന സ്ഥാനാർത്ഥി പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ജയിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എല്ലാ കാലത്തും. കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഘടകം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. പക്ഷേ നമ്മൾ ആലപ്പുഴയിലെ പല നേതാക്കന്മാരുടെയും ചരിത്രം എടുത്ത് നോക്കൂ. ഗൗരിയമ്മയെ നോക്കൂ. ഗൗരിയമ്മയായിരുന്നല്ലോ ഒരു കാലത്ത് പാർട്ടിയുടെ മുഖമായിരുന്നത്. പക്ഷേ ആലപ്പുഴക്കാരെന്താണ് പിന്നീട് ചെയ്തത്? ആ ഗൗരിയമ്മയ്ക്കെതിരെ ഉണ്ടായ നീക്കങ്ങൾ എന്തായിരുന്നു? പിന്നീട് VS അച്യുതാനന്ദൻ അതികരുത്തനായി വന്ന VS അച്യുതാനന്ദനെതിരെ ആലപ്പുഴയിൽ തന്നെ മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു? ജി സുധാകരനായിരുന്നു. അതുകൊണ്ട് ഓരോ കാലത്തും ഓരോ നേതാക്കന്മാർ ശക്തി പ്രാപിച്ചു വരികയും ആ നേതാക്കന്മാരെ പിന്നീട് മറ്റ് ചില ശക്തികൾ, ചില ഘടകങ്ങൾ ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രമാണ്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് ജി സുധാകരൻ എന്ന് പറഞ്ഞ കരുത്തനായ നേതാവ്. അദ്ദേഹം KSYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ CPMന്റെ അംഗത്വത്തിലേക്ക് വന്ന ആളാണ്. പിന്നീട് അദ്ദേഹം SFI രൂപീകരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിന്നീട് സിൻഡിക്കേറ്റ് മെമ്പറായി. അങ്ങനെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ച ആളാണ്. കർഷക സംഘത്തിന്റെയും മറ്റു നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. കശുവണ്ടി തൊഴിലാളികളുടെ നേതാവായിരുന്നു. അവിടെയും കുറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മൾ കാണേണ്ടത് ആകമാനം, അതായത് കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും ഒക്കെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു ജി സുധാകരൻ എന്ന് മാത്രമല്ല ജനകീയ അടിത്തറയുണ്ടായിരുന്ന നേതാവ് കൂടിയാണ്. ഇതാണ് വിഷയം. അപ്പം ഈ CPM എന്നുള്ള പാർട്ടി ഈ ജനങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജി സുധാകരനെ പോലുള്ള ജനകീയ നേതാക്കന്മാരെ മാറ്റി നിർത്തത്. ഇപ്പൊ ജി സുധാകരനെതിരെ ഇവർ ആരോപിക്കുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹം ആളുകളോട് റാഷായി പെരുമാറുന്നു എന്നുള്ളതാണ്. സത്യസന്ധരായ ആളുകൾക്ക് മാത്രമേ റാഷായി പെരുമാറാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പിന്തുണ ലഭിക്കുന്നത്? അദ്ദേഹം അഴിമതിക്കാരനല്ലെന്നും അദ്ദേഹത്തിന് പക്ഷപാതപരമായ പെരുമാറ്റം ഇല്ലെന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ മക്കളെയോ ഒന്നും പാർട്ടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരിക്കൽ പോലും ശ്രമം നടത്തിയില്ല. നമ്മൾ കാണേണ്ടത് ഇവിടെ പല നേതാക്കന്മാരുടെയും മക്കൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും അതുപോലെ തന്നെ പക്ഷപാതപരമായ പെരുമാറ്റവും ഒക്കെ ഇവിടെ വല്ല ആളുകൾക്ക് പറയാവുന്നതാണ്. ഇത്തരം വിഷയങ്ങളിലൊന്നും അദ്ദേഹം പെട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നത് എന്താ? അദ്ദേഹം കവിത എഴുതുന്ന
അത് അദ്ദേഹത്തിന്റെ സർഗാത്മകമായ പ്രക്രിയയാണ്. അതിലൊന്നും പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പാർട്ടിയെ ചിലപ്പോൾ കവിതകളിലൂടെ വിമർശിക്കുന്നു, ചില നേതാക്കന്മാരെ കവിതകളിലൂടെ അല്ല, വിമർശിക്കുന്നു. അതാണ് ഈ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണല്ലോ. പാർട്ടിക്കെതിരെയാണെങ്കിലും ഒരു പ്രത്യേക വകുപ്പിനെതിരെയാണെങ്കിലും അദ്ദേഹം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്ന കാലത്തൊക്കെ അദ്ദേഹം വളരെ ശക്തമായിട്ട് ആ വകുപ്പിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 28 വർഷം മുൻപ് TJ ആഞ്ചലോസ് എന്ന പാർട്ടിയുടെ യുവ രക്തമായിരുന്ന ഒരു നേതാവിനെ പുറത്താക്കാനായിട്ടൊരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കണം അദ്ദേഹം പറയാൻ യാതൊരു മടിയില്ല. അത് CPIയുടെ വേദിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ മുല്ലക്കര രത്നാകരനെ പോലെ TJ ആഞ്ചലോസ് ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം തുറന്ന് അടിക്കുകയാണത്. അതേപോലെ നിരവധി വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് നേരെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ H സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെ ഒരു 22 കുറ്റങ്ങൾ, ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതൊക്കെ അദ്ദേഹം തള്ളുന്നുണ്ട്. അദ്ദേഹം ഇപ്പം നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ താൻ എത്രയൊക്കെ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, ഏതൊക്കെ വേദികളിൽ പ്രസംഗിച്ചു എന്നുൾപ്പെടെ അദ്ദേഹത്തിന് എണ്ണി പറയേണ്ട ഒരു, പാർട്ടിക്ക് മുന്നിൽ അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സമുന്നതനായ ഒരു നേതാവിനെ ഒരുപക്ഷെ പാർട്ടിയുടെ ഓരോ കാലഘട്ടത്തിലും VSന്റെ കാലഘട്ടത്തിലാണെങ്കിൽ VSനൊപ്പവും അതിനുശേഷം പിണറായിയുടെ ഭാഗത്തേക്ക് മാറുമ്പോൾ അവിടെയും ഉറച്ചു നിന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ എന്നും ഒരു കൂറുള്ള ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് വിശ്വസിക്കാവുന്ന ഒരു നേതാവ്, ജനങ്ങൾക്ക് പാർട്ടിയെ വിശ്വസിക്കാവുന്ന, മുന്നിൽ നിർത്താവുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ശക്തനായ ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ ഒതുക്കിക്കൊണ്ട് ആ പാർട്ടി അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ആലപ്പുഴയിലെ കാര്യം തന്നെ എടുത്താൽ വളരെ വിഭാഗീയത രൂക്ഷമാണ്. ഇപ്പം തന്നെ ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നേതാവ് പാർട്ടി വിട്ടു പോകുന്നു, പാർട്ടിയെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ബിപിൻ സി ബാബു പറയുന്നത് പാർട്ടി ഇപ്പോൾ വർഗീയവാദികളുടെ കയ്യിലാണ്, പാർട്ടിക്ക് മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ G സുധാകരൻ പോലും അദ്ദേഹം ഒതുക്കപ്പെട്ടു, അദ്ദേഹം ആ പാർട്ടിയിൽ അതൃപ്തനാണ്, അദ്ദേഹത്തിന് പുറത്തു വരേണ്ടി വരും. K സുരേന്ദ്രൻ അദ്ദേഹം ഈ ബിപിൻ സി ബാബുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് കൂടിയുണ്ട്. G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അതൃപ്തരാണ്, കൂടുതൽ പേർ അവിടെ നിന്നും ജില്ലയിൽ നിന്നും പാർട്ടിയിൽ വിട്ട് BJPയിലേക്ക് വരാൻ സന്നദ്ധമാണ് എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതല്ലേ. ഇപ്പൊ നമ്മൾ ഈ കാണേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MP ആയിരുന്ന ആരിഫ് അവിടെ തോൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? G സുധാകരൻ കാലുവാരി കൊണ്ടൊന്നുമല്ലല്ലോ. അവിടുത്തെ പാർട്ടി എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഏക സിറ്റിംഗ് MP ആയിരുന്ന ആരിഫ് അവിടെ തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ആരിഫും സംഘവും ഈ G സുധാകരനെ എതിരെ മാത്രമല്ല അവിടെ പല ഘട്ടങ്ങളിലും BJPക്ക് പിറകിൽ പോകുന്നു. അതെ, അപ്പൊ അവിടെ BJPക്ക് വളരാനുള്ള ശക്തി ആരാണ് കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ CPMന്റെ ഈ ആലപ്പുഴ ജില്ലാ നേതൃത്വം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. മറുപടി പറയുക എന്നുള്ളത്, മറുപടി പറഞ്ഞില്ലെങ്കിൽ ബിപിൻ സിനെ പോലെയുള്ള ഒട്ടനവധി നേതാക്കന്മാർ മറുകണ്ഠം ചാടും. കാരണം പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയുന്നതിന് പകരം അവർക്കെതിരെ നടപടിയെടുക്കുക, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. വിപിൻ സി ഇന്നലെ പോയതല്ല, വിപിൻ നേരത്തെ പോയതാണ്, പാർലമെന്റ് ഈ ഇലക്ഷന് മുന്നേ പോയതാണ്. അദ്ദേഹത്തിന്റെ അമ്മയും അവിടെ പ്രഗത്ഭരായ നേതാക്കന്മാരായിരുന്നു. അവർ രണ്ടുപേരും പാർട്ടി കുടുംബമാണ്. അവർ രണ്ടുപേരും പാർട്ടിയിൽ നിന്നും മാറാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ചില നേതാക്കന്മാർ ഇടപെട്ടിട്ട് അവരോട് പാർട്ടിയുമായി യോജിച്ച് നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും പിന്നീട് BDJസുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തിയ നേരത്തെ പിന്നീട് അവർ പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമാവുന്നു. സമ്മേളന കാലത്തും അതുപോലെ തന്നെ ഇലക്ഷൻ കാലത്തും മാത്രമല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതാണ്, സമ്മേളന കാലത്ത് ആരെങ്കിലും പാർട്ടി വിട്ടു പോകുന്നത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അവരെ പിടിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കണ്ട് അവരെ പിടിച്ചു നിർത്തുന്നു. നമ്മൾ നോക്കൂ, പാലക്കാട് കഴിഞ്ഞ ദിവസം ആരാണ് ഈ PK ശശിക്കെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത്? അവിടുത്തെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ആണ്. അപ്പൊ എത്രത്തോളം വിരുദ്ധമായ നിലപാടുകളാണ് ഈ പാർട്ടിയുടെ പല നേതാക്കന്മാരും. അല്ല, അവിടെ നേരത്തെ ഈ പാലക്കാട് സമയത്താണ് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു അവരിപ്പോൾ വിമതമായിട്ടൊരു പാർട്ടിയുടെ കമ്മിറ്റി രൂപീകരിച്ചു, അല്ലെങ്കിൽ ഓഫീസ് തുറന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത്. അല്ല, അത് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വിമത കമ്മിറ്റികൾ പോലും ഇപ്പം ഇവിടെ ഇന്ന് സംഭവിച്ചത്, അവർക്കെതിരെ ആ നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ പിരിച്ചുവിടുന്നു. എന്താണ് യഥാർത്ഥ വിഷയം എന്ന് പഠിക്കുന്നതിന് പകരം ഗോവിന്ദൻ മാഷിന്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്ററുടെ റോളാണ് ഗോവിന്ദൻ മാഷിക്ക്. ഓരോ സ്ഥലത്തും പോയി കമ്മിറ്റികൾ പിരിച്ചുവിടുക എന്നുള്ള ഒരു 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 പണിയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗോവിന്ദൻ മാഷ് ആരാണ് എന്നുള്ളത് ഗോവിന്ദൻ മാഷിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. ഗോവിന്ദൻ മാഷ് പല സ്ഥലത്തും അപഹാസ്യനായി മാറുന്നു. പണ്ടൊക്കെ ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഗോവിന്ദൻ മാഷ് എന്ത് പറയുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഒരു പ്രതികരണം
CPM-നെ സംബന്ധിച്ച് ഒരു പാർട്ടി സെക്രട്ടറി ചെയ്യാൻ പാടില്ല തരത്തിൽ അദ്ദേഹം യോഗത്തിന് കയറി പോകുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. സ്വാഭാവികമാണ്, മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. അദ്ദേഹം അതിനെ വളരെ അരഗന്റായിട്ട് മറുപടി പറയുന്നു. തിരിച്ചിറങ്ങി വന്നിട്ടും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദിക്കും ചോദ്യങ്ങൾക്ക് അത്ര സഹിഷ്ണുതയോട് കൂടിയല്ല അദ്ദേഹം മറുപടി പറയുന്നത്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ അവസ്ഥ മൊത്തത്തിൽ കുളമായിരിക്കുന്നു, കലുഷിതമായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ, എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും അബദ്ധമായ ഈ അവസ്ഥയിലേക്ക് പോയത്? എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെയുള്ള വികാരം ഉണ്ടാവാനുള്ള കാരണം? പാർട്ടി പ്രവർത്തകർക്കിടയിലാണ്, അല്ലാതെ മറ്റു പാർട്ടിക്കാരുടെയിലല്ല ഈ പ്രശ്നം. പിണറായി വിരുദ്ധത എന്ന് പറയുന്നത് ഈ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ഈ പാർട്ടിയുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യുകയും കാലാകാലമായി ഈ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലാണ് പ്രശ്നമെന്ന് നമ്മളും കാണണം. അല്ലാതെ പാർട്ടി വിരുദ്ധർക്കിടയിലല്ല പിണറായി വിരുദ്ധത, ഭരണവിരുദ്ധത. ഇത് തിരിച്ചറിയാനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ പകരം ഞങ്ങൾ തെറ്റുതിരുത്തും എന്ന് ഗോവിന്ദ മാഷ് എപ്പാ പറഞ്ഞത്? 5 മാസം മുന്നേ പറഞ്ഞു പാർട്ടി തെറ്റുതിരുത്തുന്നു. എവിടത്തെ തെറ്റാ തിരുത്തിയത്? ഒരു സ്ഥലത്തും തെറ്റുതിരുത്തിയില്ല എന്ന് മാത്രമല്ല, ജി സുധാകരനെ പോലെയുള്ള ആളുകളെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നെ നമ്മളിവിടെ കാണുന്നത്. കാലാകാലമായി ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി ഇതിനു വേണ്ടി അർപ്പിച്ചതാണ്. മാത്രമല്ല, അദ്ദേഹവും ഞാൻ കഴിഞ്ഞ വർഷം അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിയിൽ ഞാൻ വരുന്നത് ഒരു രക്തസാക്ഷി കുടുംബത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ ഫാസിസ്റ്റ് ശക്തികളാൽ കൊല്ലപ്പെട്ട ഒരു നേതാവായിരുന്നു, SFIന്റെ നേതാവായിരുന്നു. അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ്, വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു രക്തസാക്ഷി കുടുംബത്തിൽ വന്ന എൻ്റെ അടുത്ത് പോലും പലതരത്തിൽ പാർട്ടി പ്രവർത്തകർ വളരെ മോശമായും ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില ചെയ്തികൾ ഉണ്ടാവുന്നു. അത് എന്നെ മാനസികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പിന്നെ പ്രായത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട്, പ്രായത്തിന്റെ പേരിൽ പറഞ്ഞ് പിണറായി വിജയന് എന്തുകൊണ്ട് ഇളവ് കൊടുക്കുന്നു? അതേപോലെ പല ഈ ഉന്നതരായ നേതാക്കന്മാർക്കും ഇളവ് കൊടുക്കേണ്ടതല്ലേ? എനിക്ക് മത്സരിക്കാനോ മന്ത്രിയാവാനോ ഒന്നും താല്പര്യമില്ല. എനിക്ക് പാർലമെന്റ് വ്യാമോഹം ഒട്ടുമില്ല. പാർട്ടി നിയോഗിച്ചിട്ടാണ് ഞാൻ മത്സരിച്ചത്. എന്റേതായ തീരുമാനപ്രകാരം ഞാൻ ഒരിക്കൽ പോലും മത്സരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പാർട്ടി പറയുന്നു മത്സരിക്കാൻ പറയുന്നു, പാർട്ടി മന്ത്രിയാവാൻ പറയുന്നു മന്ത്രിയാവുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടി വിരുദ്ധമായ ഒരു നിലപാടും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകളുടെ ചില പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില നിലപാടുകൾ ചില നേതാക്കന്മാരുടെ പോക്ക് ശരിയല്ല എന്നുള്ളത് ഞാൻ വ്യക്തമായി അക്കമിട്ട് പറയുന്നു എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള നീക്കത്തിന് കാരണമെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ ഇതാണ് കാണേണ്ടത്. ജി സുധാകരനെ പോലെയുള്ള പരിണതപ്രജ്ഞനായ നേതാക്കന്മാരെ എന്തുകൊണ്ടാണ് സൈഡ് ലൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ പാർട്ടി ഇനിയെങ്കിലും ചർച്ച ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയിൽ എല്ലാ തരത്തിൽ യുവാക്കളെ മാത്രം വെച്ച് പോകാൻ പറ്റില്ല. ഇതിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ വേണം, യുവാക്കൾ വേണം, അങ്ങനെയുള്ള എല്ലാ ആളുകളെയും, യുവജന സംഘടനകളെ വേണം. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സത്യം പറയുന്നു എന്ന പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇത് ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ സ്പീഡിൽ ഈ പാർട്ടിയുടെ അധപ്പതനം ഇതാ സമാഗമമായിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരുപക്ഷെ CPM-ന്റെ കാലത്ത്, അടുത്ത കാലത്തും കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് പാർട്ടി കടന്നു പോകുന്നത്. നമ്മുടെ ആലപ്പുഴയിലെ കാര്യം പറയുന്നു. പത്തനംതിട്ടയിലെ സമ്മേളനത്തിനിടയ്ക്കാണ് ഇന്ന് പുറത്തുവന്ന വാർത്ത, അവിടെ തോമസ് ഐസക്കിനെ ഈ തിരുവല്ലയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ച നേതൃത്വം തന്നെ അതിനുള്ള നിർദ്ദേശം തന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നു. കരുനാഗപ്പള്ളി വിഷയം നമ്മൾ കണ്ടു. ഈ സമ്മേളന കാലത്ത് നിരവധി ഇടങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരെ, MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയെ കുറിച്ച് വിമർശിക്കാൻ നിരവധി കാര്യങ്ങളാണ് പാർട്ടി അണികൾക്ക് തന്നെ ഉള്ളത്. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന നേതൃത്വം സ്വയം രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നു. താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അപ്പോൾ സ്വയം രക്ഷപ്പെട്ടു പോകാം, ഈ പ്രശ്നങ്ങളിൽ നമുക്ക് തങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു ചിന്തയാണോ പാർട്ടിക്കുള്ളത്? തീർച്ചയായും നമ്മൾ കാണേണ്ടത് ഈ വിമർശനങ്ങളും സ്വയം വിമർശനവും പാർട്ടിയിൽ വിമർശനവും, 2 വിമർശനങ്ങളാണ് പാർട്ടിൻ്റെ ഒരു നയരേഖ തന്നെ. അതായത് എന്ത് വിഷയമായാലും ശരി സ്വയം വിമർശനത്തിന് വിധേയമാക്കണം, നിങ്ങൾ എനിക്കെതിരെ വിമർശനം ഉന്നയിക്കണം എങ്കിൽ മാത്രമേ സ്ഫുടം ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നാ പാർട്ടിയിൽ. പക്ഷേ ഇപ്പൊ സ്വയം വിമർശനം എന്ന് പറഞ്ഞ സംഭവമില്ല. അതുപോലെ തന്നെ ഒരു വിമർശനത്തെയും അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാവുന്ന ഒരു നേതാവ് പോലും ഇന്ന് ഈ CPM-ൽ ഇല്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാവുന്നതിന് പകരം ശത്രുവായി
പ്രഖ്യാപിക്കുകയും അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന പുതിയൊരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും രൂക്ഷാവസ്ഥയിലൂടെയാണ് ഈ പാർട്ടി ഇപ്പോൾ കടന്നു വരുന്നത്. പാർട്ടിയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സരിത്തിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അത് വലിയ നേട്ടമായി പറയുകയും ചെയ്യുന്ന അതേ പാർട്ടിയിൽ തന്നെ നിരവധി ആളുകൾ ദിനംപ്രതി കൊഴിഞ്ഞു പോകുന്നത് കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കാലിനടിയിലുള്ള മണൽ ഒലിച്ചു പോകുന്നത് ഇവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഈ പാർട്ടിയുടെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പാർട്ടിയുടെ ഈ അധപ്പതനം അല്ലെങ്കിൽ തകർച്ച അതിരൂക്ഷമായ രീതിയിലാണെന്നും അത് ആര് വിചാരിച്ചാലും ഇനി തടയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയെ വിശ്വസിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒടുവിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു കാര്യം പോലും ഇല്ലാതെ എന്തൊക്കെയല്ലോ ഏച്ചുകെട്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പലരെയും പുറത്താക്കുന്നു എന്നുള്ള രീതിയാണ്. ഇപ്പൊ ജി സുധാകരനെ പോലും വളരെ കൃത്യമായി കെണിവെച്ച് പിടിച്ച് പുറത്താക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെയാണ് പല നേതാക്കന്മാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ഒരു വലിയ ഗൂഢസംഘമായി മാറിയിരിക്കുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. എന്തായാലും CPM വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് നേതൃത്വത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ തെറ്റായ പോക്കിനെ വിമർശിക്കുന്നവർക്കെതിരായ നടപടി മാത്രമാണ്. നടപടി എന്നൊരു പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ CPM-ൽ കാണുന്നത്. എന്തായാലും അത് CPM-നെ വരും കാലങ്ങളിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ തർക്കമില്ല. എന്തായാലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.